ഹായ് ഡിയേഴ്സ്, ഞങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോയി. അപ്പോൾ വീഡിയോ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞങ്ങൾ ചെന്നത് പത്മനാഭസ്വാമിയുടെ അമ്പലത്തിലേക്കാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പത്മനാഭസ്വാമീനെ കാണാൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട് ക്ലോക്ക് റൂമിൽ ഫോണും ബാഗൊക്കെ ഞങ്ങൾ കൊടുത്തു, അകത്തേക്ക് കയറി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് പിന്നെ ആറ്റുകാലിൽ പോയി. അവിടുന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ആഴിമല ശിവൻ്റെ അമ്പലത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നട അടച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തേക്ക് പാസ്സൊന്നും ഇല്ലാണ്ട് കയറി. പിന്നെ നട അടച്ചാൽ തോന്നുന്നുണ്ട് പാസ് ഉണ്ട് അവിടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ വഴി അകത്തേക്ക് കയറി. അങ്ങനെ അകത്ത് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ശിവൻ്റെ പ്രതിമ. നമുക്ക് ശരിക്കും എന്താ പറയുക, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. കടലിനോട് ചേർന്നിട്ട്, കടലിന് അഭിമുഖമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യണത് കേട്ടോ. ഞങ്ങൾ കുറേ നേരം നിന്നു. നമുക്ക് കടലിലേക്ക് ആ ഒരു അന്തരീക്ഷം, ഒരു പ്രത്യേക ഒരു ഫീല് നമുക്കത് ശരിക്കും പോയി കണ്ടാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. പിന്നെ അതിന് താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അങ്ങനെ പാട്ടുകൊട്ടിൽ കെട്ടിയിട്ട് മരമുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള അമ്പലമാണ് കേട്ടോ ഇത്. 111.2 അടിയേറ്റാണ് അവർ പറഞ്ഞത്. ഈ ഒരു 111.2 എന്നുള്ളതിന് സംഖ്യയ്ക്ക് അവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു കേട്ടോ. പിന്നെയാണ് ഞങ്ങൾ ഈ ശിവലിംഗത്തിൻ്റെ അകത്തേക്ക് പ്രവേശനം ഉണ്ട് എന്ന് പറഞ്ഞത്. അറിയണ്ടായിരുന്നില്ല, നമുക്ക് ഇങ്ങനെ ഒരു ശിവലിംഗം മാത്രമാണ് കരുതിയത്. അങ്ങനെ ഞങ്ങൾ ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. 150 രൂപയായിട്ടാണ് അവിടേക്ക് ഫീസ്. നമുക്ക് ഫോണൊന്നും അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനകത്ത് ധ്യാനറകൾ സെറ്റ് ചെയ്തിരുന്ന 7 നിലകളിലായിട്ടാണ് കേട്ടോ. അവിടെ 108 ശിവലിംഗങ്ങളും അവരുടെ 64 മൂർത്തിഭാവങ്ങളാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ ഓരോ ഗൈഡ്, ഒരു സ്വാമി വന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു തരും, നമുക്ക് വിശദമായി തന്നെ പറഞ്ഞു തരും. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ അവിടെ തൊഴുത്ത് പ്രാർത്ഥിച്ചിട്ട് അടുത്ത അറകളിലേക്ക് പോകും. നമ്മൾ ആ ശിവലിംഗത്തിൻ്റെ അകത്തിൽ കൂടെ കയറിയിട്ട് പിന്നെ ഹനുമാൻ്റെ വായിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് വരിക. അപ്പം നമ്മൾ ഒരു അറയിൽ കൈലാസമാണ് കാണുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ കോവളം ബീച്ചിലേക്ക് പോയി. കോവളം ബീച്ചിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. വിനോദസഞ്ചാരികളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയി. താഴെ ഇറങ്ങി നോക്കിയപ്പോൾ കയറുകൊണ്ട് കെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടേക്കൊന്നും പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ടു. ശരിക്കും നമുക്ക് കടൽ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും, പക്ഷേ ഇത് കാണുമ്പോൾ പേടിയായിരുന്നു. തിരമാലകൾ വല്ലാണ്ട് വന്നടിക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്തോ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അധികം നേരമൊന്നും ഞങ്ങൾ അവിടെ തന്നെ നിന്നില്ല. കുറച്ച് നേരം കണ്ടിട്ട് തിരിച്ച് വരികയാണ് ചെയ്തത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ നമ്മുടെ ലുലുവിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ താഴെ ഫ്ലോറിലൂടെ ഇങ്ങനെ ഒരുപാട് നടക്കാനുണ്ട്. ഒന്നാമത് ഞങ്ങൾക്ക് രാവിലത്തെ മുതലുള്ള ആ ഒരു യാത്രയായതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു. താഴെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മുകളിലെ ഫ്ലോറിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കയറാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഗെയിമിൻ്റെ ഭാഗത്തെത്തി. അവിടെ കുറേ നേരം ഞങ്ങൾ നടന്നു, അങ്ങനെ കുറേ കണ്ടു. പിന്നെ എത്തിപ്പെട്ടത് ഫുഡ് കോർട്ടിലാണ്. നടന്നിട്ട് ഒരുപാട് നടക്കാനുണ്ട് ആ ഭാഗത്ത്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു, കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവസാനം ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെയാണ് ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ സിറ്റി റൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ബസ് ഉണ്ടായിരുന്നു. അത് രാത്രി നഗരക്കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നൊരു ബസ്സാണ്. യാത്രാക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ പോയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ.